ഹേ ഗായ്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണം, അതുപോലെ തന്നെ എന്തൊക്കെ അറിഞ്ഞ് ഇരിക്കണം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇന്ത്യയിലെ ടോപ്പ് 3 ബെസ്റ്റ് ബ്രോക്കേഴ്സ് ആണ്. സോ ഇതിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞാണ് നിങ്ങളുടെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇനീഷ്യലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാൻഡിൽ സ്റ്റിക്സ് എന്താണെന്നാണ്. അപ്പോൾ കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട്. ഇനി അടുത്ത് പഠിക്കേണ്ടതാണ് ചാർട്ട് പാറ്റേൺസ്. ചാർട്ട് പാറ്റേൺസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അപ്പോൾ ഈ കാൻഡിൽ സ്റ്റിക്സിൻ്റെ ചാർട്ട് പാറ്റേൺസിൻ്റെ ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ പ്രൊഫൈലിൽ കിടപ്പുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ കാൻഡിൽ സ്റ്റിക്സിൻ്റെയും ചാർട്ട് പാറ്റേൺസിനെയും കുറിച്ചൊക്കെ ഒരു ഏറെക്കുറെ ഐഡിയ കിട്ടിയ ശേഷം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വെർച്വൽ മണി ലൈക്ക് നമുക്ക് പേപ്പർ ട്രേഡ് ചെയ്യാൻ പറ്റും. സോ അതുപോലെ ട്രേഡ് ചെയ്ത് പഠിക്കുക. അങ്ങനെ ഒരു 10-15 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തോളം നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്തതിന് ശേഷം മാത്രം ഒരു 10,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ട്രേഡിംഗ് തുടങ്ങുക. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ ഒഴിവായിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇൻഡെക്സ് ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ തന്നെ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യാം.